അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അങ്ങയിൽ ആശ്രയിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന വീഥികൾ നീ ആശീർവദിക്കണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ നീ ആശീർവദിക്കണം. കർത്താവ്, ഇപ്പോഴേ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നുണ്ട് ഈശോയെ. കർത്താവ്, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് വേണ്ടി കണ്ണീരിലാകുന്ന എല്ലാവരെയും നീ ഈ നിമിഷം ആശീർവദിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഭാരമെടുക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥതയെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത ആളാണ് അമ്മ. കാനായിലെ വിവാഹവേദിയിൽ ചെല്ലുമ്പോൾ ആ കുടുംബം അനുഭവിക്കാൻ പോകുന്ന വലിയ ഭാരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കർത്താവിന് തിരുസനെ കൊണ്ടുവന്ന് കൊടുത്ത അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞങ്ങൾ ഈ ധ്യാനം കൂടുന്ന ഓരോ കുടുംബത്തിനും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും സംഭവിക്കാനിരിക്കുന്ന തിന്മകളെ അമ്മ വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അമ്മ സംരക്ഷണം, നീലം മേലങ്കിയുടെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു കുഞ്ഞുണ്ടായത് അബോഷനായിട്ട് മരിച്ചു, അടുത്തതും മരിച്ചു. അങ്ങനെ ഇനി ഗർഭം ധരിക്കാൻ തന്നെ പേടിയായിരിക്കുന്ന അമ്മമാരെ കർത്താവെ, അവരുടെ വയറിൽ നിൻ്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ത്വക്ക് രോഗമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. കണ്ണിന് കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. മുടി വളരാത്ത, കിളുക്കാത്ത, പല്ല് മുളക്കാത്ത, നടക്കാൻ പറ്റാത്ത, നിരങ്ങാൻ പറ്റാത്ത, നിവർന്ന് നിൽക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. ആ കുഞ്ഞുങ്ങളെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നടുവേദനയുള്ള മാതാപിതാക്കന്മാരെ, നടുവ് കഴിച്ച് വിട്ടുപോണ പോലെ തോന്നുന്നത്, ഒരു പണി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, കുനിയാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, ഒരു ഭാരം എടുക്കാൻ പറ്റാത്തത്, എന്തെല്ലാം കഷ്ടപ്പെടാൻ അങ്ങനെ മക്കൾ അനുഭവിക്കുന്ന ഈശോയെ. പല മരുന്ന് കൊണ്ടിട്ട് മരുന്ന് കാണുമ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് മനസ്സിന് നിരാശ വന്നിട്ട് ദയനീയമായിട്ട് മരുന്നിനെ നോക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളെ, കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭാരങ്ങളിൽ നിന്ന് കർത്താവ് അവർ സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനും സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജോലിയില്ലാത്ത മക്കളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന, ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന,
പണം അന്വേഷിച്ച് പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വായ്പ അന്വേഷിച്ച് പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അവിടെ രേഖകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ ദിവസം ഡേറ്റ് കുറിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഈ ദിവസമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വന്നതിൻ്റെ പേരിൽ പേടിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും പ്രത്യാശയുള്ളവരും പ്രയാസമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ വ്യവലാദികളെയും വ്യാപത്തുകളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം നമുക്കറിയാവുന്ന വചനമാണ്, പക്ഷേ അറിയാവുന്ന വ്യാഖ്യാനമല്ല. അത് നടപടി പുസ്തകത്തിന്റെ 2:38 വായിക്കാം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എന്തൊക്കെ ഉണ്ട്? അത് പരിശുദ്ധാത്മ ദാനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കണം. എന്തൊക്കെയാണെന്ന് അറിയാവോ? അത് ഐസയാ 11:2 എടുത്തേ. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്. ആത്മാവിന്റെ ദാനങ്ങൾ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ്? 1 കൊരിന്ത്യർ 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. അപ്പൊ വിവേകം, ജ്ഞാനം, വിശ്വാസം, പിന്നെന്താണ്? ദൈവശക്തി. ഇതെല്ലാം ആത്മാവിന്റെ ദാനങ്ങളാണ്. അതാണ് പത്രോസ് പറയണത്, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. വിവേകം, ജ്ഞാനം, വിശ്വാസം, ദൈവഭയം മുതലായ ദാനങ്ങൾ. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഈ ദാനങ്ങളെ കൊണ്ടാണ് ജീവിതം നയിക്കപ്പെടേണ്ടത്. ദൈവഭയം ഉണ്ടാകണം, പിന്നെ വിശ്വാസം ഉണ്ടാകണം, പിന്നെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകാത്ത അവസ്ഥ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകത്തില്ല, നമുക്കൊരു ബലം കിട്ടും, ആന്തരികമായ ബലം കിട്ടും. ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ദൈവാത്മാവാൽ നമ്മൾ നയിക്കപ്പെടുന്നു എന്ന് പറയണത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് റോമർ 8:14 ഇല്ലേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലാണ്, ഈ ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നോ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈബിൾ വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണത്. നമുക്കതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു തരം നമസ്കാര ജീവികളല്ലേ, കുറച്ച് നമസ്കാരം പഠിച്ച് അങ്ങനെ ക്രിസ്തീയത ആചരിച്ച് പോകുന്ന ആൾക്കാർ. പക്ഷേ നിങ്ങളെ ഓർക്കണം, ഇങ്ങനെ പണ്ടത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇന്ന് നമുക്ക് ലഭിക്കണത്. പണ്ട് ചില ആൾക്കാർ പറഞ്ഞല്ലേ, എന്നാത്തിനാ 5ാം ക്ലാസ് പഠിച്ചാൽ മതി, വണക്കമാസം പുസ്തകം വായിച്ചാൽ മതി, കൊന്ത എലിയാവതി എന്ന് പറയല്ലേ. ആ കാലം കഴിഞ്ഞു പോയില്ലേ? അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലകളിലും ആ നമസ്കാരത്തിൻ്റെനേക്കാൾ വചനത്തിൻ്റെ ആധ്യാത്മിക അറിവുകൾ നമ്മൾ സമ്പാദിക്കാൻ കാലം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അത് കാലത്തിനും നിർബന്ധം, ദൈവത്തിനും നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള വചന ശുശ്രൂഷകൾ വിടാതെ കൂടുകയും ആത്മാവ് വളരുകയും ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന കൃപ അറിഞ്ഞുകൊണ്ടാണ് അനുസരിച്ചാൽ നമുക്ക് മഹത്വം ലഭിക്കുന്നത്. ഞാനിപ്പോൾ അതിലോട്ട് അധികം പോകുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. പൗലോസ് നിങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഈശോ പറയണത് നമ്മുടെ വെള്ളം തളിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വിഷയമോ അങ്ങനെയുള്ള റൂബ്രിക്സോ അങ്ങനെയല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നുണ്ട്, സഭ അത് വിവേചിച്ചെടുത്ത്. സഭ വിവേചിക്കാത്തൊരു വിഷയമുണ്ട്.
സഭ വിവേചിച്ചെടുത്തിട്ടല്ലേ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് കൂദാശകളെ വിവേചിച്ച് മനസ്സിലാക്കുന്നത്. സഭയുടെ വിവേചന അധികാരമോ വിവേചന വരമാണ്. പരിശുദ്ധാത്മാ ദാനത്തിലാണ് സഭ അത് ചെയ്യണത്. പക്ഷേ അതേസമയം തന്നെ വിവേചിക്കാത്തൊരു വിഷയമുണ്ട്. എന്താണ്? ഇതുവരെ കർത്താവ് പറഞ്ഞത് എന്താണ്? എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ലുക്ക 12:50 വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നുവോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്നാനമാണ് ഈശോ ഉദ്ദേശിച്ചത്? രക്തസ്നാനമാണ്. കുരിശിലെ രക്തസ്നാനമാണ് ഈശോ ഉദ്ദേശിച്ചത്. സഹനത്തെയാണ് ഉദ്ദേശിച്ചത്. പത്രോസ് പറഞ്ഞത് എന്താണ്? പത്രോസിന് പറയണത് പത്രോസിന്റെ വെളിപാട് അപ്പം കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള വെളിപാടാണ്. കാര്യം ഇതിനെക്കുറിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് അപ്പോൾ വെളിപ്പെടുത്തിയതാണ്. എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ പത്രോസിന് പെട്ടെന്ന് കിട്ടുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരു റെവലേഷനാണ്. എന്താ? നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. പിന്നെന്ത് ചെയ്യാം? പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കണം. അപ്പോൾ നമുക്ക് സ്നാനം എന്ന് പറയുന്നത് സഹനം കൂടിയാണല്ലോ, കർത്താവിൻ്റെ 12:50 അനുസരിച്ചുകൊണ്ട്. അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നൊരു സഹനമില്ലേ? ചില കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചുപോയി കാണും, സഹനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും എത്താനാകുമ്പോൾ നിങ്ങളുടെ അപ്പം മരിച്ചുപോയി കാണും. ചിലപ്പോൾ നിങ്ങളുടെ 4-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചുപോയി കാണും. അതൊരു സഹനമാണ്. പക്ഷെ അതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ. ആ സഹനം കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു വണ്ടി അപകടം ഉണ്ടായി, അപ്പോൾ നിങ്ങളുടെ കൈ പൊക്കാൻ പാടില്ല. കൈ പൊക്കണ ഒരു സമയം ഉണ്ടാകും. അതുവരെ അത് സ്നാനമാണ് ശരിക്കും. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ യേശുക്രിസ്തുവിന് നാമത്തിൽ സ്നാനം എടുക്കാനല്ലേ പറയണത്. ആ നിങ്ങളുടെ സഹനത്തെ, ആ ഈ സിറ്റുവേഷനെ, ആ സാഹചര്യത്തെ നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്ഞാനസ്ഥാനമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇടയാവും. എന്താണ്? ഭക്തി, പിന്നെന്താണ്? വിശ്വാസം, പിന്നെന്താണ്? ദൈവഭയം, പിന്നെന്താണ്? വിവേകം, വിവേചനം, ഇങ്ങനെയുള്ള ദാനങ്ങൾ, ആധ്യാത്മിക പ്രബുദ്ധത, ആഴപ്പെടലുണ്ടാകും. ഇപ്പം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ പറയത്തില്ലേ, എന്താ 5:7 നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ. ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഈടിട്ടുള്ള മനുഷ്യരായി മാറും. അപ്പോൾ എന്തെങ്കിലും വന്നാലൊന്നും കുലുങ്ങത്തില്ല നമ്മൾ. അതിൽ നിന്ന് എന്ത് അനുഗ്രഹം, കൃപ ടാപ്പ് ചെയ്ത് വിശ്വസ്തത പാലിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ. നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയത്തില്ലേ? പറഞ്ഞേ. ഹെബ്രായർ 5:12 ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം. അല്ല, പ്രാർത്ഥിക്കേണ്ടിയിരുന്നവരാണെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞൊരു ജീവിതമുണ്ട്. പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. അപ്പൊ നിങ്ങൾ ശിശുക്കളാണെന്ന് എൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ചൈൽഡ് ലൈക്ക് ആണെന്ന്, അല്ല നിഷ്കളങ്കരാണെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ഉണ്ടപക്രുമാരാണെന്നായി പറയണത്. എന്ന് വെച്ചാൽ 45 വയസ്സായാലും ആ 40 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ച പ്രാപിക്കാത്തവരെ, അത് ആധ്യാത്മിക ജീവിതത്തിന് ഒരു വെല്ലുവിളിയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ കേട്ടിട്ട് ലഭ്യമാകുന്ന സാഹചര്യങ്ങളെ ജ്ഞാനസ്ഥാനം നേടിക്കൊണ്ട് ആത്മാവിൻ്റെ ദാനങ്ങൾ ഭക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറ്റം നടത്തുക. എൻ്റെ പേര് ബോബി ജോസഫ്. ഞാൻ തിരുക്കുടുംബ ദേവാലയം പൊടിപ്പാറ ഇത്തിദാനം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ 2022 ഏപ്രിൽ 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ ഇവിടെ പ്രത്യേക അപേക്ഷയായിട്ട് വെച്ചു. കാരണം എൻ്റെ കുറവുകൾ തന്നെയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ഈ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ കാരണമായത്, എൻ്റെ വൈഫ് OET എക്സാമിനേഷൻ പല പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാതെ വരികയും ഇവിടെ വന്ന് നീ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, ഞാൻ ഇനി ട്രെയിനിങ്ങിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ അടുത്ത പ്രാവശ്യം പാസ്സാവും, പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അത് പിറ്റേ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള എല്ലാ പരീക്ഷയ്ക്കുള്ള എല്ലാ യോഗ്യതയും കിട്ടി. എൻ്റെ ഭാര്യ അവിടെ പോയി ജോലിക്ക് NHS അവിടെ റിക്രൂട്ട്മെൻറ്റ് EOവിൽ റിക്രൂട്ട്മെൻറ്റ് വഴി അവിടെ പോയി ജോലി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്കും പോകാൻ. ഞാൻ റേഡിയോഗ്രാഫറാണ്, ദുബൈ വർക്ക് ചെയ്തായിരുന്നു. എനിക്കും പോകണം. അന്നേരം ഞങ്ങൾ മക്കളും എല്ലാവരുമായിട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഇത് എഴുതിയതിന് ശേഷം
ഇവിടെ കൊറോണ കഴിഞ്ഞുള്ള സമയമായിരുന്നു. ഇവിടെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷനും പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യം തന്നെ മെഡിക്കലിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മെഡിക്കലിന് ഡേറ്റ് ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളിവിടെ സമയം ഒത്തിരി മുന്നോട്ട് തള്ളിയാണ് പറഞ്ഞത്. അന്നേരം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ കൃപാസനത്തിൽ വരും, എന്നെ ഒന്ന് സഹായിക്കാൻ തന്നെ എൻ്റെ കൂടെ വരണേന്ന്. ഞാൻ അന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ അനുര എന്ന് പറയുന്ന ദുബൈയിലുള്ള ആൾ ആയിട്ട് ബന്ധപ്പെട്ടു. എന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ഹൈബീഡിൻ്റെ MBയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു. എനിക്കൊരു പരിചയമില്ല. ഒരാൾ വിളിച്ചു, ചേട്ടന് നാളെ അപ്പോയിൻമെൻ്റ് എടുത്ത് എന്നത്തേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നെ വിളിച്ചു, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. മെഡിക്കലിന് പോയി. മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ദുബൈ കൂടാതെ ഇവിടെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോൾ ഒരു ജനപ്രവാഹം തന്നെ ഉണ്ട് അവിടെ. അന്നേരം അവിടേക്ക് കയറാൻ പറ്റുന്നില്ല. ഒത്തിരി കന്യാസ്ത്രീമാരും അച്ഛന്മാരും അതിനൊക്കെ തന്നെ മറ്റു ഒത്തിരി പേരും ആ ബിൽഡിങ്ങിനകത്തോട് കയറാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് തുടങ്ങിയ സമയമാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഞാൻ എന്താ ചെയ്യുക ഇപ്പം. അന്നേരം ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ആയിട്ട് ചുമ്മാ ഈ ചേട്ടനെ തന്നെ വിളിച്ചു, ചേട്ടാ ഒരു മാർഗ്ഗമില്ലല്ലോ. ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം അവിടുന്ന് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, ബോബി ആരാ, അകത്തോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. അവിടെയും എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു. ഇതിന് ശേഷം ഞാനിവിടെ ഒരു പാസ്പോർട്ടുമായിട്ട് ഞാൻ അകത്ത് കയറി ചെന്നപ്പോഴാണ് പാസ്പോർട്ട് ഓഫീസർ പറയുന്നത്, നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജാണ്, പാസ്പോർട്ട് കീറിയിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കയറി ചെല്ലുക. ഈവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ നിങ്ങളെ തടഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റിന് പൈസ പോവും, നിങ്ങളുടെ ചിലപ്പോൾ ഒത്തിരി നിങ്ങളുടെ പിള്ളേരുടെ എല്ലാവരും പൈസ പോവും. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പൊക്കോളുക, അല്ലെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് മാറിയിട്ട് പോവുക. അന്നേരം ഓൾറെഡി തന്നെ അവിടെ വീട് എടുത്തിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പോകണം. അന്നേരം ഞാൻ ഇവിടെ വന്നു, ഓടി ഇവിടെ വന്നു. പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു. ഈ പാസ്പോർട്ട് എടുത്ത് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സംഭവിച്ചത്. ഇവിടെ വന്ന് ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പത്രം വാങ്ങി എല്ലായിടത്തും കൊടുത്തു. ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മക്കളുടെ പാസ്പോർട്ടുകൾ, എൻ്റെ പാസ്പോർട്ടിൽ അനേകം വിസ ഉള്ളതുകൊണ്ട് അതെല്ലാം മറിച്ച് നോക്കി. പക്ഷേ എൻ്റെ ഈ കീറിയ ഭാവം മാത്രം നോക്കുന്നില്ല. എൻ്റെ മക്കളുടെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജുകൾ എഴുതി നോക്കിയിട്ട് അവരെ നോക്കി പലപ്പോഴും നോക്കിയിട്ട് ശേഷം വിട്ടു. എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞു, തിരിച്ച് എന്നെ വിളിച്ചു, ബോബി ജോസഫ് തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വരണ്ട പോയത്. ഒന്നാമത് എനിക്ക് ഇച്ചിരി പാനിക്കാവുന്ന ആളാണ്. ഞാൻ അവിടെ ചെന്നു നിന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ഫോട്ടോ എടുക്കണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേനെ. ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് HCPC എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ UK ഇതുണ്ട്. അന്നേരം ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ HCPC രജിസ്ട്രേഷൻ വേണം. ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു വരുമ്പോൾ തിരിഞ്ഞു പോകും. ഈ ഗ്രാമറോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഈ സ്ഥലത്തോടാണ് ഞാൻ ചേരുന്നത്. എനിക്ക് ശരിക്കും ഹിന്ദി അറിയാം, മറ്റു ലാംഗ്വേജുകളൊക്കെ അറിയാം. ഞാൻ ദുബായിൽ നിന്നതൊക്കെ ഈ അറബികളെ പഠിച്ചും അവരുടെ കൂടെയൊക്കെ നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ സംസാരിച്ച് കുറച്ച് അറബികളൊക്കെ പറഞ്ഞുമൊക്കെ അവരെയൊക്കെ ഞാൻ കയ്യിലെടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ UK ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതൊക്കെ ആപ്ലിക്കേഷൻ സഹായിക്കാൻ ചെന്ന HCPC രജിസ്ട്രേഷൻസ് കിട്ടിയവരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ എന്നെക്കാൾ മുമ്പേ പോയവരുണ്ട്. അവർ ആരും തന്നെ ഉടമ്പടി എടുത്തവരല്ല. അന്നേരം അവരെന്നെ ഒരാൾ സഹായിച്ചു, ഇതെല്ലാം ആപ്ലിക്കേഷൻ സഹായിച്ചു. ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ്റെ സമയമായപ്പോൾ തടസ്സങ്ങൾ എനിക്ക് വേണ്ടി DBS എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു എംപ്ലോയറിന് വേണ്ടി അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ലാസ്റ്റ് എംപ്ലോയറിനൊക്കെ ചോദിക്കും, ഈ ആളുടെ പേര് പോലീസ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇയാളിനെ എങ്ങനെ നിങ്ങളെടുത്തു, ഇയാളുടെ സ്വഭാവം, ഇയാളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇയാളുടെ ഹാർഡ് വർക്കറാണോ, നമ്മളെപ്പറ്റി 10-15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എൻ്റെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലാണ്. അവിടുത്തെ ഗവൺമെൻറ്റിലായിരുന്നപ്പോൾ അവിടുത്തെ HR-ൽ ഇരുന്ന ആൾ യമനി ആയിരുന്നു. അയാൾ അറബിയല്ല, അത് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, എന്നെപ്പോലെ തന്നെ. എന്നിട്ട് അയാൾ നേരെ യമനിലോട്ട് പോയി കുറച്ച് ആൻസർ മാത്രം ചെയ്തു, ബാക്കിയുള്ള ആൻസർ കിടന്നു. 7 മാസക്കാലം ഇത് കിടന്നു. ഞാനൊരു ദിവസം ആ സമയത്ത് വേറെ ജോലിയൊന്നുമില്ല. ഞാൻ ജോലിയിൽ ഒരു ഫുഡ് ഫാക്ടറിയിലെ ഒരു ജോലിക്ക് പോയി. പാത്രം കഴുകുന്ന ജോലിയായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് പോകുന്നവരെല്ലാവരും തന്നെ വലിയ അങ്ങനത്തെ ജോലിയൊന്നുമല്ല. വലിയ പാത്രം കഴുകുന്നത് നമ്മൾ സ്വന്തം കൈയിട്ട് കഴുകണ്ട, ഇതെല്ലാം വലിയ മെഷീൻ വഴി കയറ്റി ഇറക്കി വിടുക. ഈ പാത്രങ്ങളെല്ലാം വഴി മെഷീനറീസ് എല്ലാം തന്നെ കഴുകുക, ഫോം അടിക്കുക, കഴുകുക. ഈ കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാടായി. അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഓർത്തു കെയർ ഹോമിൽ ജോലിക്ക് പോയേക്കാം. അന്നേരം എല്ലാവരും പറയും, അപ്പി വരാൻ പോവല്ലേ, നീ പൊക്കൂ എന്ന് പറയും. അന്നേരം കെയർ ഹോമിൽ ജോലിക്ക് വേണ്ടി ഇപ്പോൾ അവിടെ ആകുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും പറയണ്ടല്ലോ. അവർ അപ്പച്ചന്മാർക്ക് രാത്രി കിടന്നുറങ്ങും, നമ്മൾ രാവിലെ എഴുന്നേൽപ്പിക്കുക, പിള്ളേരെ സ്കൂളിൽ വിടാം, ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇത് ജോലി. ഈ HCPC-യുടെ ലൈസൻസ് ഒത്തിരി ഡിലേ ആയപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ദിവസം പലപ്പോഴായിട്ട് വിളിച്ചു ചോദിക്കുമ്പോഴെല്ലാം പറയും, നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് വിളിക്കൂ, അടുത്ത വീക്ക് വിളിക്കൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഒരു ഫ്രൈഡേയിൽ ഞാൻ 4 മണിയായപ്പം വിളിച്ചു. 5 മണി വരെ ഉള്ളൂ, 4 മണിക്ക് വിളിച്ചു.
ജനുവരി മാസമായിരുന്നു അത്. ജനുവരിക്ക് ഓർമ്മയുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരി മാസം ഫസ്റ്റ് വീക്ക് ഞാൻ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇനിയും 2 ക്വസ്റ്റ്യന് കൂടെ ആൻസർ കിട്ടാറുണ്ട്. എന്നിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ പറ്റിയുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഞാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്, അന്നേരം അത് നിങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യമുണ്ടായി. ഞാൻ അവിടെ നിന്ന് നേരെ മേളിലോട്ട് പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കരഞ്ഞു. എൻ്റെ മാതാവേ, സ്വർഗത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മേ, എൻ്റെ ഈ വേദന കാണണമേ, അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ 48 വയസ്സിനിടയിൽ ഇത്രയും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നപ്പോൾ എനിക്കൊരു മെയിൽ പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് മെയിൽ വന്ന് എൻ്റെ മൊബൈൽ വന്നപ്പോഴേ ഞാൻ കണ്ടു, എൻ്റെ ഇത് HSCPC സക്സസ്ഫുള്ളി ഇതായെന്ന് പറഞ്ഞ് നിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടല്ലോ മെയിലാണ് വന്നത്. എന്നിട്ട് ഞാനത് ഈ പേയ്മെൻറ്റ് കിട്ടി. ഞാൻ അന്നേരം തന്നെ ഓടി വന്നു, അമ്മയുടെ മുമ്പിൽ വന്നു, ഞാൻ മുട്ടുമെന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം പിന്നെ കടമകളോട് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തും ചെന്ന് പാസ്സാകത്തില്ല. എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ 2 or 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, ഞാൻ പറയുന്ന അവർക്കും മനസ്സിലാകത്തില്ല. അവരും കുറച്ച് നേരം മരവട്ടി പിണ്ടാക്കുന്നത് കാക്ക നിന്ന് മേലോട്ട് നോക്കിക്കും. ഒരു രക്ഷയില്ലാതെ ഞാൻ അവിടുത്തെ കടന്നുപോയി. 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞ് കടന്നു പോയതിന് ശേഷം ഒരു ദിവസം ഞാൻ താഴെ ഇരുന്ന് ഞാൻ കെയർ ഹോമിന് അപ്ലൈ ചെയ്യായിരുന്നു. കെയർ ഹോമിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഒരു റേഡിയോഗ്രാഫർ, ആ ലൈസൻസ് ഉള്ള ആൾ താഴെ നിന്ന് ഇത് ചെയ്യുക. അന്നേരം എൻ്റെ വൈഫ് നേരെ ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ മേളിൽ ഇരുന്ന് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം അവിടെ നിന്നുകൊണ്ട് ആർക്കും അവൾ ഒരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്കൊരു കോൾ വന്നു. ബോബിയാണോ? അതേന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, കെയർ ഹോമിൽ ജോലി അന്വേഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റേഡിയോഗ്രാഫറിന് വേണ്ടി ജോലിക്ക്. അത് നിങ്ങൾ റേഡിയോഗ്രാഫർ അല്ലേ? ഞാൻ പറഞ്ഞു, റേഡിയോഗ്രാഫറാണ്. എനിക്ക് ആ ജോലിക്ക് കുറച്ച് കുറവുകളുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് ജോലിക്ക് തയ്യാറാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ആയി. അന്നേരമാണ് ഞാൻ എൻ്റെ ഈ ജോലി ശരിയായി, എൻ്റെ പേപ്പർ വർക്കുകളായി ജോലിക്ക് ഫസ്റ്റ് സ്ഥലത്ത് ചെന്നപ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും സഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പോക്കറ്റിൽ, എൻ്റെ പേഴ്സിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഈ കാശ് രൂപം ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ ഡ്യൂട്ടി സമയത്ത് പോലും എൻ്റെ സ്ക്രബിനകത്ത് ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകും. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് നല്ല സമാധാനമുള്ള സ്ഥലത്ത് ജോലി തരാം, എൻ്റെ കുറവുകൾ അമ്മയ്ക്കറിയാം, അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കണം. ഞാനങ്ങനെ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോയി. 2-2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് പോകണം. ഇവിടുന്ന് തമിഴ്നാട്ടിന് പോകുന്ന കണക്കാണ്. ഞാൻ അവിടെ ജോലിക്ക് പോയി. അവിടെ എനിക്ക് മാതാവ് തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അവിടുത്തെ മാനേജർ എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടെ ജോലി പെർമനൻ്റായിട്ട് വേണോ? അവർക്ക് എൻ്റെ പുറകെ 2-3 പ്രാവശ്യം കോൾ ചെയ്യാം, നീ ഇവിടെ നിൽക്കുക, ഇവിടെ ഞങ്ങൾ താമസിക്കാൻ നിനക്ക് കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാം. പക്ഷേ എൻ്റെ മക്കളെ സ്കൂൾ വിടുന്ന കാര്യത്തിന് ഓർത്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ നിന്ന് എന്നെ മാറ്റിയത് വേറെ വലിയൊരു മാറ്റമാണ്. അവിടെ മാതാവ് എന്നോട് ചെയ്തത്, ഞാനന്ന് മാതാവിനോട്, എൻ്റെ വൈഫ് പറഞ്ഞു, ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നു, ഭയങ്കര ഐസ് വീണ് കിടക്കുന്നു, നിങ്ങളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഈ ജോലി നിർത്ത്, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്തെവിടെയെങ്കിലും കെയർ ഹോമിൽ ജോലി നോക്ക്, അന്നേരം ആ ജോലിക്ക് പോകും. അന്നേരം നമ്മുടെ ഇവിടെ വരുന്നവരാരും എന്ന് ജോലി അന്വേഷിക്കത്തൊന്നുമില്ല, നിങ്ങൾ നമ്മുടെ കുടുംബത്തെ ഓർത്ത് ആ ജോലി ചെയ്യും. അങ്ങനെ രാത്രിയിലെ ഞാൻ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രാത്രി സങ്കടത്തോടെ ഞാൻ കട്ടിലെ കിടക്കുമ്പം പിറ്റേ ദിവസം ഞാനിങ്ങനെ ഒരു ഇത് കണ്ടു. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് പെർമനൻറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാണ്. അന്നേരം അപ്ലൈ ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്നും ആരും വിളിക്കുന്നില്ല. അന്നേരം ഈ ഫസ്റ്റ് ഏജൻസി ജോലി ചെയ്തതിൻ്റെ ഫസ്റ്റ് ശമ്പളം കിട്ടി, റേഡിയോഗ്രാഫറായിട്ട് ശമ്പളം കിട്ടി. ആ ശമ്പളത്തിൻ്റെ 50% എനിക്ക് ചാരിറ്റി ചെയ്യാനായിട്ട്, ഞാൻ എല്ലാ വർഷവും ചാരിറ്റി ചെയ്യുന്ന, നല്ല തുക തന്നെ ചാരിറ്റി ചെയ്യുന്ന. അന്നേരമാണ് കൃപാസനത്തിൽ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു, മറ്റിതെല്ലാം സഹായം ചെയ്യുന്നു പറഞ്ഞപ്പോൾ തന്നെ അതിന് നല്ലൊരു തുക ഞാൻ ഇവിടേക്ക് അയച്ചു, എൻ്റെ ഫാദറിലോ വഴി കൊടുത്തു വിട്ടു. അത് അത് ഇവിടെ കൊടുത്തു, റെസീറ്റ് കൊടുത്തു, മോനെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെയിൽ വരികയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, പെർമനൻറ്റ് ജോലി. ആ ജോലിയിൽ ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകാൻ വെച്ചാൽ അവിടെ 9 പേരുണ്ട്. 9 പേരിനകത്ത് ഞാനും വേറൊരു മലയാളി അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇംഗ്ലീഷുകാരാണ്. എന്നിട്ട് ഞാനാണ് ഈ കൂട്ടത്തിൽ, എനിക്ക് വിശ്വാസമാണ് ഈ കൂട്ടത്തിൽ ഞാനാണ് പൊട്ടൻ, എന്നിട്ട് എനിക്ക് കിട്ടത്തുമില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 4 പേരുണ്ട്. എന്നിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് HR മാനേജർ ചോദിച്ചതിനൊക്കെ ആൻസർ ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. CQC ഒക്കെ ചോദിച്ചു, കുറച്ച് അവരുടെ സ്കോപ്പ് ഓഫ് നമ്മുടെ ഈ NHSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനൊക്കെ മറുപടി പറഞ്ഞു. പക്ഷേ എൻ്റെ മാനേജർ ലേഡി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ഓർമ്മയില്ല എങ്ങനെ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശ് രൂപം മാത്രമേ ഉള്ളൂ. എന്നോട് എന്ത് ചോദിച്ചെന്നോ ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞെന്നോ എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാനൊരു വല്ലാത്തൊരു ഇതായിരുന്നു, തല മൊത്തം ഒരു പെരുത്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ഷെയ്ക്കാണ്ട് വന്നിട്ട് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൊണ്ട് കാണിച്ചതിന് ശേഷം
എനിക്കൊരു മനസ്സ് പറയുന്നു എനിക്കിത് കിട്ടി, ഇത് പരിശുദ്ധ അമ്മയാണ്, എൻ്റെ കൈ തന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ല, ഇവിടെ കൊണ്ട് കാണിക്കത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കത് ഉറപ്പാണ്, എനിക്ക് കിട്ടും. പരിശുദ്ധ അമ്മയെ എന്നെ കണ്ടു, എന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്, അവരിൽ പരിശുദ്ധ അമ്മ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇങ്ങനെ കാണിക്കില്ല. ഇപ്പം എന്നെ ബൈബിൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നും എൻ്റെ മക്കളുടെ സ്കൂളിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ടീച്ചർമാരോടൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ വേറെ വല്ലതും ആയിപ്പോവും, പിള്ളേരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ മക്കളുടെ മുമ്പിലും എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ തല കുനിക്കും. കാരണം ഒരു മെയിൽ തയ്യാറാക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വരികയാണ്, നിങ്ങൾ സെലക്റ്റായി, ഈ 9 പേരെ മാറ്റി നിർത്തി ഞാൻ സെലക്റ്റായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകത്തില്ല ആ ഒരു അവസ്ഥ. ഞാൻ സീറോയിൽ നിന്നും എന്നെ അത്ര ഉയർത്തിക്കൊണ്ട് അവിടെ വന്ന് ഈ 9 പേരിൽ ഒന്നാമനായിട്ട് അവിടെ കൊണ്ടുപോയി. ഇപ്പോഴും എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ പരിശുദ്ധമ്മ വഴിയായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്നെ അവിടുത്തെ അസസ്മെൻറ്റ് ഫസ്റ്റ് നമ്മുടെ 6 മാസം ആകുമ്പോൾ നമ്മുടെ പ്രൊബേഷൻ പീരീഡ് തീരുമ്പം നമ്മളെപ്പറ്റി ഏറ്റവും നമ്മുടെ ഡയറക്ടർ ഹോസ്പിറ്റൽ, ഞങ്ങൾക്ക് UK 34 ഹോസ്പിറ്റലും ഫ്രാൻസിൽ 103 ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 75 ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളുടെ അവിടെ വന്ന പല റേഡിയോഗ്രാഫർമാരിലും എന്നെ അവർ A ഗ്രേഡിലാണ് വെച്ച് അതായത് നല്ലൊരു റേഡിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നോട് അവർ തന്നെ പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റൽ ഡയറക്ടർ വരെ എന്നോട് പറഞ്ഞു, നീ നല്ല വെൽ ജോബ് ചെയ്യുന്നുണ്ട്, നിന്നെപ്പറ്റി നല്ലൊരു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, പേഷ്യൻസിൻ്റെ ഇത് നിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്, നീ നല്ല കൈൻഡായിട്ട് ഇടപെടുന്നു, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ ഈ കാശ് രൂപം കാണിച്ചവരെ അന്നേരം അവർ തന്നെ എന്നോട് ചോദിച്ചു, ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ബിലീവ് ചെയ്യുന്നു. കാരണം എനിക്ക് ഇന്ന് വരെ മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പാടുന്നവനായിരുന്നു വർഷങ്ങൾ. ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ. പക്ഷേ ഇന്ന് എൻ്റെ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ കുടുംബം ഈ ഒരു ഉടമ്പടി മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനം, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നെപ്പറ്റി ഞാൻ രാമങ്കരിക്കാരനായിരുന്നു. കുട്ടനാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ നല്ലൊരു കുടിയനായിരുന്നു. ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറിയതും എൻ്റെ സ്വഭാവങ്ങൾ, ഞാൻ വഴക്കാളിയായിരുന്നു, ഗുണ്ടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇതിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയത് എൻ്റെ ഈ ഉടമ്പടി കാരണമാണ്. ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിത താളം തന്നെ ശരിയായി. ഞാൻ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ HCPC കിട്ടിയ ഒരു ജോലി കിട്ടിയിട്ടല്ലോ, നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ അവരെന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാതെ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടിയിൽ വേറെ വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കടമകളുണ്ട്. നമ്മൾ പാലിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ നയിക്കും. നമ്മളൊന്ന് മാറുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം കേട്ടില്ല. ഇപ്പോൾ ഞാൻ രുചിച്ച ആ മധുരം അവരെന്താണെന്ന് ഇപ്പോൾ അറിയുന്നു. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ വന്ന 4 പേർക്ക് 3 പേർക്കും ജോലിയില്ല. ഇപ്പം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ ആൾ പറഞ്ഞു എനിക്ക് ജോലിയായി എന്ന് പറഞ്ഞു. ഇപ്പോഴും 2 പേരും നിലവിൽ അവിടെ ജോലിയില്ലാതെ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവിടെ കെയർ ഹോമിലും ജോലി ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. അതുകൊണ്ട് സർവശക്തനായ ദൈവം, ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പം ഒക്കെ ഞാൻ ആരെങ്കിലും ക്യാൻസർ രോഗികളായിട്ട് ട്രീറ്റ്മെൻറ്റ് പൈസ ഇല്ലാതെയും അതിനൊക്കെ തന്നെ വീടില്ലാത്തവർക്കും എൻ്റെ ഭാര്യയാണെങ്കിലും ഞങ്ങളാണെങ്കിലും എല്ലാ വർഷവും നല്ലൊരു തുക തന്നെ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നതാണ്. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടുത്തെ എല്ലാ ഉടമ്പടിയും കേൾക്കും. കാരണം ഞാൻ 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോകുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യണം. ആ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും ആരാധനയും കൂടുമ്പോൾ ഏറ്റവും ഹൃദയത്തെ സ്പർശിക്കുന്ന, ഞാൻ കാരണം ഈ സാക്ഷ്യം ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവരിലൊരു മാറ്റം ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം ഉടൻ തന്നെ അത് നടക്കും. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ഷെയർ ചെയ്യും. അന്നേരം എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 30-40 പേർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പലരും കേൾക്കുമായിരിക്കും. ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറ്റുന്ന രീതിയിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി എല്ലാവർക്കും അനുഗ്രഹമാകണമെന്ന രീതി തന്നെയാണ് ചെയ്തു പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം ഈ മകൻ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ അവർക്ക് സോളിഡായിട്ടുള്ളൊരു ദൈവാനുഭവം, ഒരു ഗോഡ് എക്സ്പീരിയൻസിന് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരൻ പറയുന്നത് പോലെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം അവർ കടന്നുപോയ സാഹചര്യങ്ങൾ വാക്കുകളിലൂടെ വിവരിക്കാനും പ്രയാസം. പക്ഷേ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉടമ്പടിയുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ളത്. അപ്പോൾ ഈ സാക്ഷ്യത്തിലുടനീളം ഒരു ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നുണ്ട്. തനിക്ക് ഉണ്ടായ ഭാഷയുടെ മറ്റു ഭാഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആംഗല ഇംഗ്ലീഷ് ഭാഷയിലുള്ളൊരു കുറവുണ്ട്. പക്ഷേ ആ കുറവിൽ നിൽക്കുമ്പോൾ തന്നെയും
വിശ്വാസത്തിൽ പ്രാർത്ഥനയിലാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളിയും ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഇദ്ദേഹവും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും കൂടെ ഒരു കാശുരൂപം കൊണ്ടുപോകുന്നതും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത്രയും വർഷം കരയാത്ത രീതിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ മുകളിലിരിക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനൊരു പ്രാർത്ഥിക്കുകയും ഒപ്പം ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു പ്രവർത്തനവും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള, അപ്പം അങ്ങനൊരു പശ്ചാത്തലത്തിൽ ദൈവം വ്യക്തമായിട്ടൊരു അനുഭവം, അതിന് 6-9 പേര് വന്നവരുടെ കൂട്ടത്തിൽ, ഇംഗ്ലീഷർ ഉൾപ്പെടെ വന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മാനുഷിക യുക്തിയിൽ നോക്കുമ്പം ഏറ്റവും പിറകെ നിൽക്കേണ്ട ആൾ ഇന്ന് അവിടെ കയറുകയും പിന്നീട് അവിടെ നിന്ന് തന്നെയും നല്ല രീതിയിൽ, നിങ്ങൾക്കറിയാം വിദേശത്തൊക്കെ ഒരു ജോലിയിലൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ കിട്ടുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഒക്കെ മുടക്കാതിരിക്കാനുള്ള ശ്രമമുണ്ട്. ഒപ്പം അതിനോടൊപ്പം വ്യക്തിപരമായിട്ടുണ്ടായ മാറ്റങ്ങളും പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് മദ്യപാനം മാറ്റണം, എന്തുകൊണ്ട് മൊബൈൽ അഡിക്ഷൻ മാറ്റണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്മയല്ലാത്തതെല്ലാം മാറ്റിയാലേ പരിശുദ്ധനായ ദൈവത്തിന് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ എല്ലാ അമ്മയും എല്ലാ മാതാവും എല്ലാ ദേവാലയത്തിൽ ഇരിക്കുന്ന മാതാവും എല്ലാം ഒരാൾ തന്നെ. പക്ഷേ ഉടമ്പടിയിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ജീവിക്കുന്നവർക്കറിയാം, ഉടമ്പടി ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള വഴി വെട്ടുവാനായിട്ട് സഹായിക്കും. അത് കൂദാശ വഴിയാണെങ്കിലും നന്മകളുടെ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതാണ് ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രത്യേകത. രണ്ടാമത്തത്, ഈ പറയുന്ന ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് എന്നതിനല്ല, അവിടെ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥത ആണുള്ളത്. ഈ അൾത്താരയിൽ ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്കും കൃപാസനത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും അറിയാം, ഇവിടുത്തെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയും ലൂർദും പോലെ കരുതപ്പെടാനായിട്ട് സഭയിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരിടം കൂടിയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഉടമ്പടി ഒരു വ്യക്തിയെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അതിലെല്ലാ രീതിയിലും ദൈവം കൂടെ നിൽക്കുന്നുള്ളൊരു അനുഭവം അവർക്ക് പ്രദാനം ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ഒരനുഭവത്തിലൂടെ പറഞ്ഞു തന്നു. ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ നന്മ ചെയ്യാനായിട്ട് ദൈവം എല്ലാ വിധത്തിലും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.